തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ 171 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ബൈബിളിൽ ഓർമ്മിക്കുക, മറക്കുക എന്നീ ക്രിയാപദങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ഓർമ്മിക്കുക എന്നതിന് ഹീബ്രുവിൽ സക്കർ എന്നാണ് ക്രിയാപദം. ഷക്കഹ് എന്നതാണ് മറക്കുക, അല്ലെങ്കിൽ നഷ. 2 ക്രിയാപദങ്ങൾ പൊതുവെ കാണാറുണ്ട്. മറക്കുക. അപ്പോൾ ഉദാഹരണത്തിന്, ദൈവം അവരുടെ പാപങ്ങൾ ഓർമ്മിക്കുകയില്ല. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, നോഹയുടെ സംഭവം 8:1 ഉൽപ്പത്തി 8:1 എന്താണ് കാണുന്നത്? ദൈവം ഓർത്തു. 8:1 നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. മലയാളത്തിൽ ഓർത്തു എന്ന്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ റിമെമ്പേർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താ? അതുവരെ ദൈവം മറന്നു കിടന്നു വെച്ചു. അയ്യോ, കഷ്ടമായിപ്പോയി. അവരങ്ങനെ വെള്ളത്തിൻ്റെ പുറകിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ മീതെ ഫ്ലഡ് അതിന് മീതെ ഒഴുകാൻ വിട്ടിട്ട് ദൈവം അവരുടെ കാര്യം മറന്നുപോയി. അങ്ങനെ ഒരു ധ്വനിയാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നമുക്ക് കിട്ടുന്നത്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ, ഹീബ്രുവിൽ ആകപ്പാടെ 8000 വാക്കുകളേ ഉള്ളൂ. ഇംഗ്ലീഷിൽ 100,000-ഓളം പദങ്ങളുണ്ട്. അതുകൊണ്ട് ഹീബ്രു ഭാഷ പദദാരിദ്ര്യമുള്ള ഭാഷയാണ്. അതുകൊണ്ട് ഒരു വാക്കുകൊണ്ട് പല അർത്ഥങ്ങൾ അവിടെ ധ്വനിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ആ ധ്വനികൾ മനസ്സിലാക്കിയാലേ ഹീബ്രു മൂലത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ കാര്യങ്ങളെ ഗ്രഹിക്കാനാവുകയുള്ളൂ. ഉൽപ്പത്തിയിൽ 30:22 ഒന്ന് നോക്കുക. ഉൽപ്പത്തിയിൽ 30:22 അവിടെ നമുക്ക് പെട്ടെന്ന് ആശയം കിട്ടും. ദൈവം റാഹേലിനെ സ്മരിച്ചു. അപ്പം അതുമാത്രം വായിച്ചാൽ ദൈവം ഇതുവരെ റാഹേലിനെ മറന്നു കിടക്കായിരുന്നു എന്ന് തോന്നും. ദൈവം റാഹേലിനെ സ്മരിച്ചു. അടുത്ത വാക്യം എന്താ? അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നോഹിൻ്റെ കാര്യത്തിലായാലും റാഹേലിൻ്റെ കാര്യത്തിലായാലും ഇവിടെ സക്കർ എന്നുള്ള ക്രിയാപദം എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവം ഇടപെടാൻ തീരുമാനിച്ചു എന്നാണ്. അപ്പോൾ ഓർക്കുക എന്ന് വെച്ചാൽ വെറുതെ ഒരു മനസ്സിൻ്റെ വ്യാപാരത്തെ അല്ല ഹീബ്രുവിൽ സൂചിപ്പിക്കുന്നത്. അവിടെ ആക്ഷൻ ധ്വനിക്കുന്നുണ്ട്. നോഹയുടെ കാര്യത്തിൽ 8-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ നോഹയെയും പെട്ടകത്തിലുണ്ട എല്ലാ ജീവജാലങ്ങളെയും കർത്താവ് ഓർത്തു. തൊട്ടു പിന്നാലെ ആക്ഷനാണ്. അപ്പോൾ ആ ഓർത്തു എന്നുള്ളത് എന്താ ആക്ഷൻ? ഭൂമിയിൽ കാറ്റുവീശി വെള്ളമിറങ്ങി. അപ്പോൾ ഇടപെടാൻ ദൈവം തീരുമാനിച്ചു എന്നാണ്. അതുപോലെ തന്നെ റാഹേലിൻ്റെ കാര്യത്തിലും അങ്ങനെ ഇടപെട്ടപ്പോൾ അവളുടെ വന്ധ്യത്വം നീങ്ങിപ്പോയി. ഇനി മറക്കുക എന്ന ക്രിയാപദം ഞാൻ പറഞ്ഞല്ലോ, ഷക്കഹ് എന്നുള്ളതും നഷ എന്നുള്ളതുമാണ്. നമ്മൾ നിയമാവർത്തന പുസ്തകത്തിലേക്ക് 4-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു ചെന്നാൽ
4:23. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുമായി ഉണ്ടാക്കിയ ഉടമ്പടി മറക്കാതിരിക്കാനും അവിടുന്ന് വിലക്കിയിട്ടുള്ളതുപോലെ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹം ഉണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ. ഇവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുമായി ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുമായി ഉണ്ടാക്കിയ ഉടമ്പടി മറക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവമായിട്ട് അവർ ചെയ്ത, അല്ലെങ്കിൽ ദൈവം അവരുമായി ചെയ്ത ഉടമ്പടി മറന്നേ പോയി എന്നങ്ങനെ ഒരു മാനസികമായ ഒരു ഓർമ്മയുടെ തലത്തിലുള്ള ആ മറവി അതാണോ സൂചിപ്പിക്കുന്നത്? അല്ല, മറിച്ച് അവിടെ അനുസരണക്കേടാണ്. അപ്പോൾ മറക്കുക എന്നുള്ളതിലൂടെ അതിലൊരു ആക്ഷൻ ധ്വനിപ്പിക്കുന്നുണ്ട്. വിഗ്രഹാരാധനയിലേക്ക് പോകുമ്പോൾ ആ മറവിയുടെ പ്രായോഗിക വശമാണ് കാണുന്നത്. അപ്പം നമ്മൾ ആ രീതിയിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. നോക്കുക, ജെറമിയ 23:39-40. ജെറമിയ പ്രവാചകനിൽ 23:39-40. ഇവിടെ നമ്മൾ കാണുന്നു, ഞാൻ നിങ്ങളെയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നൽകിയ നഗരത്തെയും എൻ്റെ കൺമുമ്പിൽ നിന്ന് പിഴുതെറിയും. സത്യത്തിൽ നിലവിലുള്ള POC ബൈബിളിൽ അവിടെ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. ശരിക്കും ഹീബ്രുവിൽ നമ്മൾ ഈ ഷക്കഹ് പ്രയോഗം കാണുന്നുണ്ട്. 23:39-40 നോക്കുക. അവിടെ ഷക്കഹല്ല, നഷ പ്രയോഗമാണ്. ഞാൻ പറഞ്ഞല്ലോ 2 ക്രിയാപദങ്ങളുണ്ടെന്ന്, ഫൊഗറ്റ് അല്ലെങ്കിൽ മറക്കുക എന്നുള്ളതിന്. അവിടെ അതാണ് ലാക്കേൻ ദെർഫോർ ഹിനനി, ഇതാ ഞാൻ ഞാൻ നിങ്ങളെ മറക്കും എന്നാണ്. ഞാൻ നിങ്ങളെ മറക്കും, എന്നിട്ടാണ് എൻ്റെ കൺമുമ്പിൽ നിന്ന് പിഴുതെറിയും. അപ്പോൾ ആ മറക്കുക എന്നുള്ളതിൻ്റെ ഒരു പാരലലിസമാണ് കാണുന്നത്, പിഴുതെറിയുക എന്ന്. അതായത് അവരെ നശിപ്പിക്കുന്ന ആ ഒരു സൂചനയിലേക്കാണ് അവിടെ മറക്കുക, ദൈവത്തിൻ്റെ ഡിസ്ട്രക്റ്റീവ് ആക്ഷനിലേക്കാണ് മറക്കുക എന്നത് വിരൽ ചൂണ്ടുന്നത്. ഈ അർത്ഥത്തിൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഓർക്കുക സക്കാർ, മറക്കുക ഷക്കഹ് ആൻഡ് നഷ. ഈ പ്രയോഗങ്ങൾ വെറും മാനസിക വ്യാപാരങ്ങളെയല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് ഇടപെടലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ അവരുടെ പാപം മറക്കും എന്ന് ദൈവം പറയുന്നില്ല, ഷക്കഹ് എന്നോ നഷ എന്നോ പറയുന്നില്ല. മറിച്ച് അവിടെ എന്താണെന്നോ പറയുന്നത്, ഞാൻ അവരുടെ പാപം ഓർക്കുകയില്ല, ഞാൻ അവരുടെ പാപം ഓർക്കുകയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം തീരുമാനിച്ചു എന്ത്? ആ പാപത്തിന് അവരെ ശിക്ഷിക്കണ്ട എന്ന് തീരുമാനിച്ചു. ആക്ഷനാണ്. പ്രിയപ്പെട്ടവരെ, ഈ രീതിയിൽ നമുക്ക് ഹീബ്രു പദങ്ങളുടെ മറ്റ് ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായ, പ്രത്യേകിച്ച് പദദാരിദ്ര്യം കൊണ്ട് ഹീബ്രുവിൽ ഉള്ള വ്യത്യസ്തങ്ങളായ ധ്വനികളെ ഒന്നിച്ച് കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് സമാധാനം. വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദസാരം